This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma. നമസ്കാരം. ഔ ടി വി 24/7 ഇന്ന് അക്ഷരപുലരിയിൽ എന്നോടൊപ്പം ഉള്ളത് മിനി മനോജാണ്. മിനി മനോജിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമസ്കാരം. നമസ്കാരം. മലയാളത്തിലെ നമ്മുടെ ശ്രീമദ് ഭാഗവതം സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിലോട്ട് വരാം? എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലോട്ട് വന്നത്? ആശയത്തിലേക്ക് വന്നത് നമ്മൾ ഭാഗവത പാരായണത്തിന് നമ്മൾ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് കേട്ടു. അപ്പം നമ്മുടെ ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും അതുണ്ട്. പക്ഷെ കുറച്ച് മുമ്പേ എൻ്റെ കയ്യിൽ ഭാഗവത ബുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ആ അമ്പലത്തിൽ പോയി ഈ സപ്താഹം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിലുള്ള ശ്ലോകങ്ങളെല്ലാം നമുക്ക് അതൊന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കത് ആവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് കയ്യിൽ ബുക്ക് കരുതുന്നതല്ല. അപ്പോൾ അന്ന് തന്നെ പോയിട്ട് വാങ്ങാൻ എനിക്ക് വിഷമായി. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അവൻ ഭാഗവതം PDF ഡൗൺലോഡ് ചെയ്ത് തന്നു. അങ്ങനെ ആ ദിവസങ്ങളിൽ ഞാൻ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഫോണിൽ ഈ ഇത് നോക്കി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ബുക്ക് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഞാനും തന്നെ എൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ട് ചെയ്യുന്നതാണല്ലോ എന്നുള്ളത് ഞാൻ അങ്ങനെ കരുതി. ആ സപ്താഹം കഴിഞ്ഞത് മുതൽ ഞാൻ ഇരുന്ന് എഴുതി. A4 സൈസ് ബുക്കിൽ ഒരു 10 ബുക്കായിട്ട് അതിൻ്റെ ക്രമം അനുസരിച്ച് തന്നെ എനിക്ക് എഴുതി പകർത്താൻ സാധിച്ചു. അതാണ് അതിൻ്റെ ഒരു തുടക്കം. അപ്പം ഇതൊരു സ്വന്തം ഞാൻ തന്നെ എഴുതി എന്നുള്ളൊരു മനസ്സിൻ്റെ തൃപ്തി. യെസ് അതെ. വില കൊടുത്ത് വാങ്ങുന്നതിലുപരി എൻ്റെ കൈപ്പടയിൽ എഴുതി എൻ്റെ ഒരു അസറ്റായിട്ട് സൂക്ഷിക്കും. തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹം. പിന്നെ എനിക്ക് ചുറ്റുപാടുകളെല്ലാം അനുഗ്രഹമായി വന്നതുകൊണ്ട് ആ ഒരു വിചാരിച്ച സമയത്ത് തന്നെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ശ്രീമദ് ഭാഗവതം എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാഗവതം എഴുതി അത് തീർത്ത് നമ്മളത് നമ്മുടെ തറവാട്ട് കാവിൽ ജസ്റ്റ് സമർപ്പിക്കാൻ പറഞ്ഞാൽ അവിടേക്ക് കൊടുത്തതല്ല, നമ്മുടെ വിശ്വാസത്തിൽ ചെയ്തു. അത് കഴിഞ്ഞ സമയത്ത് പിന്നെ കർക്കിടക മാസമായ സമയത്ത് രാമായണം വായിക്കുന്ന സമയത്ത് ഇതും എന്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ, അല്ലെങ്കിൽ എനിക്കത് സാധിക്കണം എന്ന് എൻ്റെ മനസ്സിലുള്ളൊരു ആ ഒരു നിശ്ചയം കാരണം ഞാൻ അത് എഴുതി. അത് 30 ദിവസം കൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ തന്നെ ഇരുന്ന് മുഴുവനായിട്ട് എഴുതി അതിൽ പകർത്തി. ഭാഗവത്തിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഇത് ഏത് വർഷമായിരുന്നു ഇതൊക്കെ എഴുതാനുള്ള സാഹചര്യം? രാമായണം എഴുതിയത് കഴിഞ്ഞ വർഷം. യെസ്. എനിക്ക് ഒരു ചോദ്യമാണ്, ഈ എഴുത്ത് ശരിക്കും ഷാർജ ബുക്ക് ഫെയറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതായത് ബുക്ക് ഫെയറിൽ വരികയും അത് കാണുകയും ചെയ്തപ്പോൾ നമ്മുടെ ഉള്ളിൽ എനിക്കും എന്തെങ്കിലും ഒരു ആംബിയൻസിൽ വരണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും അത് വലിയൊരു പ്രചോദനമായി. ഷാർജ ബുക്ക് ഫെയർ. യെസ്, അതുകൊണ്ട് അതാണ് ആ ഒരു ബുക്കിലേക്ക്, ഒരു പുസ്തകത്തിലേക്ക് എന്നുള്ള രീതിയിൽ നീങ്ങുന്നത്. അവിടെ ഒത്തിരി ബുക്കുകളുണ്ട്, പുസ്തകങ്ങൾ. നമ്മൾ ആ ലോകത്തെത്തുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ അതിലേക്ക് ആയി മാറുന്നുണ്ട്. അപ്പം എനിക്ക് പുസ്തകം വാങ്ങാമെങ്കിലും നമ്മുടെ കൈപ്പടയിലുള്ള കൈയക്ഷരത്തിൽ അതാവും നമുക്കത് എന്നും അത് യെസ് അത് അങ്ങനെയാണ് അതിലേക്ക് നീങ്ങിയത്. പിന്നെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ കവിതകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ നീങ്ങുന്നുണ്ട്. അടുത്ത, അതായത് 2025 ബുക്ക് ഫെയറിൽ തീർച്ചയായിട്ടും ഒരു കവിതയുടെ ഒരു പുസ്തകം തീർച്ചയായിട്ടും ദൈവാനുഗ്രഹവും എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുക്ക് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈശ്വര കടാക്ഷം ഇതുവരെ നമുക്ക് എല്ലാത്തിനും വന്നിട്ടുണ്ട്. അതും ആഗ്രഹിക്കുന്നത് സാധിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നീങ്ങുന്നു. കവിത എഴുതുന്നത് നേരത്തെ ശീലമുണ്ടോ? അതോ കവിതയും
ഇല്ല അത് പിന്നെ ഒരു കുറച്ച് എഴുതേ ഉള്ളൂ. ആ. അതെ, അതിപ്പോൾ എൻ്റെ ഈ കവിതകളും വരികളും കണ്ടിട്ട് കോളേജ് ഗ്രൂപ്പിലെല്ലാം ചോദിക്കുന്ന സമയത്ത് ഇയാൾ തന്നെയല്ലേ ഇപ്പം അന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ച ആളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതായത് ഈ കവിതയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കും, നമ്മുടെ സാഹചര്യം ഈ വന്നപ്പോൾ അത് പുറത്തേക്ക് വരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് കവിത മാത്രമല്ല, എനിക്കൊന്ന് കഥയും നോവലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു. അല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ എഴുതണം എന്നുണ്ടെങ്കിൽ അതിനൊരു വാസന തന്നെ വേണം. അല്ല വെറുതെ പിന്നെ ആ സാഹചര്യം എല്ലാം കൂടി നമുക്ക് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രകൃതി അല്ലെങ്കിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വരുന്നതിന് നമ്മൾ വലിയൊരു വില കൽപ്പിക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടും അതിൽ ആയിക്കൊള്ളില്ലല്ലേ ബാക്കിയല്ല. പക്ഷെ അത് നമുക്ക് ആ ഒരു സമയം വരുന്ന സമയത്ത് സാഹചര്യങ്ങളും നമുക്കതിന് ഒത്തു വരുന്നു. അത് ഞാൻ പ്രകൃതിയിൽ എപ്പോഴും ഞാൻ ഓരോ സ്റ്റെപ്പ് വെക്കുന്ന സമയത്തും ഈ ഒരു സ്റ്റെപ്പിന് നമുക്ക് നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങാറ്. ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ. തീർച്ചയായിട്ടും. ഏറ്റവും നല്ല, അതായത് എല്ലാവരും നല്ല, എന്നാലും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന പേരുകൾ ഏതൊക്കെയായിരിക്കും? നമ്മുടെ ഇവിടെ എല്ലാവരും എനിക്ക് സ്നേഹപ്പെട്ടവർ തന്നെ, എന്നെ അതുപോലെ തന്നെയാണ് കരുതുന്നത്. എനിക്ക് പേരുകൾ പറയാന്ന് പറഞ്ഞാൽ എല്ലാവരും പേരും പറയേണ്ടി വരും, അത്രയും സ്നേഹപ്പെട്ടവരാണ്. പൊതുവേ നമ്മുടെ എന്താണ് ഒരു സർക്കിൾ ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ ഈ എഴുത്തിന്റെ ലോകത്തേക്ക് വരുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ നമ്മളെ സർക്കിളിലോട്ട്. തീർച്ചയായിട്ടും എൻ്റെ വലിയൊരു സമ്പാദ്യം, ഞാനിപ്പോൾ സുഹൃത്ത് സമ്പാദ്യം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്മളാരും പെർഫെക്റ്റ് അല്ല. അപ്പം നമ്മുടെ അടുത്തുള്ള തെറ്റുകളോ അല്ലെങ്കിൽ അതിനെ ബെറ്റർ ആക്കാൻ എനിക്ക് വളരെ സഹായമാവുന്നുണ്ട് എൻ്റെ ആ ഒരു സർക്കിള്. അപ്പം അതിനൊക്കെ ഞാൻ എപ്പോഴും നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കവിതയൊക്കെ എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലിട്ട് അവിടെയൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ ഇതുവരെ അങ്ങനെ ഡിസ്കഷൻ നടക്കാന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ചില കോഡ്സൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഞാനത് കാണുന്ന സമയത്ത് എൻ്റെ സ്റ്റാറ്റസാണ്. മറ്റുള്ളവരത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവർ സ്റ്റാറ്റസ് ആക്കിയിടുന്ന സമയത്താണ് എനിക്ക് വലിയ അംഗീകാരം കിട്ടുന്നത്. കാരണം അത് കോഡ്സ് ആവുന്ന സമയത്ത് പ്രത്യേകിച്ചും അതിനതാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ വലിയൊരു അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. പിന്നെ നാട്ടിൽ എവിടെയാണ് ശരിക്കും? നാട്ടിൽ ഞാൻ കോഴിക്കോട് നമ്മളെ എന്താ പറയുക, സാഹിത്യത്തിൻ്റെയും ഭക്ഷണപ്രിയരായ അതിഥി താല്പര്യരായ അതെ കോഴിക്കോട് തന്നെ. അതെ അതെ തീർച്ചയായിട്ടും കോഴിക്കോട്. അതെ അതെ, ഞാൻ പറഞ്ഞ അതിഥികളെ സൽക്കരിക്കാനും അവിടെ ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് കോഴിക്കോട്ടുകാരുടെ ഒരു വലിയൊരു താല്പര്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടു വളരുന്നത് തന്നെ നമ്മുടെ അമ്മമ്മ അല്ലെങ്കിൽ അമ്മ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വിടുന്ന ഒരു കാര്യമില്ല. അവരെത്ര തിരക്കുള്ളവരായാലും ആ സംസാരത്തിലൂടെ അവരവിടെ പിരിച്ചിരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ടേ വിടുള്ളൂ. അതുകൊണ്ടാണ് ഈ അത്രയും ഇതുള്ളത് കൊണ്ടാണ്, പാഷനേറ്റ് ആയതുകൊണ്ടാണ് ഈ ഫുഡെല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത്, ഫ്രൂട്ട്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് അല്ലേ. ഫോട്ടോസ് ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത്. അത് അതിനുള്ള എങ്ങനെയാണ് അതിലേക്ക് എത്തിയതും? അത് ഈ പറഞ്ഞമാതിരി വീട്ടിൽ മമ്മിയെല്ലാം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് മമ്മി അത് ടേബിളിൽ കൊണ്ടിരിക്കാൻ പറയും, മമ്മി ഒറ്റ മിനിറ്റ് ഒന്ന് നേരത്തെ അതിനോടൊരു താല്പര്യമായിരുന്നു. അന്ന് പിന്നെ ഫ്രൂട്ട് കാർവിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് അത്ര ഡെവലപ്പ് അല്ലായിരുന്നു. നമ്മൾ ഈവൻ ഒരു പുട്ടുണ്ടാക്കുകയാണെങ്കിലും അതിനെ ഒന്ന് ഡെക്കറേറ്റ്, ഒന്ന് പ്രസൻറ്റേഷനാണ് എനിക്ക് വലിയ താല്പര്യമുള്ളത്. അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നു. പിന്നെ ഈ ഫ്രൂട്ട് കാർവിംഗ് വന്നത് നമ്മളിപ്പം പിന്നെ പല ഫംഗ്ഷനിലല്ലേ ഹോട്ടൽസിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ എൻ്റെ കണ്ണ് ഫസ്റ്റ് അതിലേക്ക് പോകുന്നു. അതെങ്ങനെ ചെയ്യുന്നു ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്യും. അല്ലാതെ വേറെ എവിടെയും പോയി പഠിച്ചതൊന്നുമല്ല ഞാനിത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു അനുഗ്രഹം ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു ആപ്പിൾ കിട്ടുവാണെങ്കിലും അത് ഡയറക്റ്റ് കഴിക്കുകയല്ല ചെയ്യുക. അതിനൊന്ന് കാർവ് ചെയ്ത് അതിനൊന്ന് എങ്ങനെയെല്ലാം ചെയ്യാൻ നോക്കിയതിന് ശേഷമേ ഉള്ളൂ കഴിക്കാറുള്ളൂ. നല്ല രസമുണ്ട്. ഞാൻ ആ ഫോട്ടോസ് കണ്ടപ്പോഴേ വളരെ സന്തോഷം. അതായത് ഇത് നമ്മുടെ ഹോട്ടൽസിൽ മാത്രമാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ളവരൊക്കെ എനിക്ക് ആ ഒരു സ്നേഹം അറിയിക്കുന്നതിന് വലിയ സന്തോഷമാണ്. പറഞ്ഞാല് മിനി മനോജിനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്ന ഈ പൊട്ടിലാണ്. ഈ പൊട്ടിന്റെ രഹസ്യം എന്താണ്? എന്തെങ്കിലും? പൊട്ട് ഞാൻ കൈകൊണ്ട് തന്നെ വരയ്ക്കുന്നതാണ്. ഇത് ഡിസൈൻ ചെയ്തേക്കാണ്? തീർച്ചയായിട്ടും. എങ്ങനെയാ ഇത്? എത്ര നാളായപ്പോ? അത് കുറച്ച് മീൻസ് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കാലം ഈ പൊട്ടിൽ ചെയ്യുന്നത്. അത് തിൻ ബ്രഷ് കൊണ്ട് തന്നെ ഈ ഫ്രീ ഹാൻഡ് അത് തന്നെ ചെയ്യുന്നത്. കാണുന്ന സമയത്ത് എല്ലാവരും നിങ്ങൾ പറഞ്ഞ മാതിരി നോട്ട് ചെയ്യാറുണ്ട്. നമ്മളെ കോഴിക്കോട് മേയർ അവിടെ ബീന ഫിലിപ്പ് കാലിക്കറ്റ് കണ്ട സമയത്തും എന്നെ ഫസ്റ്റ് കാണുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ
ഓ ഇതെങ്ങനെ പൊട്ട് വരയ്ക്കുന്നതെന്ന് അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തിങ്ങനെ അപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതാ ഈ ലാസ്റ്റ് ബുക്ക് ഫെയറിന് വന്ന സമയത്തും പൊട്ടെന്ന് പറഞ്ഞിട്ട് ആ ഓർമ്മ വെച്ചിട്ട് എൻ്റെ അടുത്ത് എനിക്കതൊരു വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പലരും അതൊരു നമ്മൾ പരിചയപ്പെടുന്ന എന്നെ അറിയാത്ത ആളുകൾ തന്നെ എൻ്റെ പൊട്ടാണ് എന്നെ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ മുഖത്ത് സ്റ്റിക്കർ ഇല്ല, ഇത് ടാറ്റു ചെയ്ത പോലെ അല്ല ഇത് കൈകൊണ്ട് തന്നെ വരയ്ക്കുന്നതാണ്. ശരിക്കും നാട്ടിൽ ഏത് സ്കൂളിലാണ് പഠിച്ചതൊക്കെ? നാട്ടിൽ പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മുടെ അവിടെ തന്നെ കോഴിക്കോട് നമ്മളെ വീടിനടുത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി കോഴിക്കോട് തന്നെ ബികോം ആയിരുന്നു. ബികോം കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ അങ്ങനെ ഒരുപാട് അവിടെ. ഹസ്ബൻഡും കോഴിക്കോടാണോ? യെസ് അതെ കോഴിക്കോട് തന്നെ. ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസിലാണ്. അതെ. അത് കഴിഞ്ഞ് പുള്ളി അപ്പോഴും പ്രവാസിയായിരുന്നു? അല്ല, അന്ന് നാട്ടിലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഗൾഫിലേക്ക് വന്നത്. പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഡാഡി മമ്മി ഒരു ഏട്ടനും ചേച്ചി. ഡാഡി മരിച്ചുപോയി, ആർമി ഓഫീസറായിരുന്നു. പിന്നെ മമ്മി ഏട്ടനും ചേച്ചി നാട്ടിലാണുള്ളത്. പിന്നെ എനിക്ക് 3 മക്കൾ, ഹസ്ബൻഡ് 3 മക്കൾ എന്ന് പറഞ്ഞാൽ മോളുടെ ഭർത്താവിനെയാണ് മൂന്നാമത്തായിട്ട് മോനെ കരുതുന്നത്. അപ്പോൾ മോളും മോനും ദെൻ മോളെ ഭർത്താവും, അങ്ങനെ 3 മക്കൾ ഇപ്പോൾ. മോള് ഹസ്ബൻഡിൻ്റെ കൂടെ ജർമ്മനിയിലാണ്. ലാസ്റ്റ് ഇയർ കല്യാണം കഴിഞ്ഞിട്ട് അവൾ ജർമ്മനിക്ക് പോയി. അവൾ IIT ബോംബെയിൽ MTech കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് ദെൻ ജർമ്മനിക്ക് പോയി. മോൻ MBA ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തു. ഇപ്പം ഇങ്ങോട്ട് ദുബായിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ജോബ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസത്തിലേക്ക് വന്നതിന് ശേഷമാണ് എഴുത്തിൻ്റെ മേഖലയിലോട്ട് മിനി മനോജ് തിരിയുന്നത് അല്ലേ? മീൻസ് അതിലേക്ക് ഇറങ്ങിയത് കൂടുതൽ. മറ്റേത് ഞാൻ എഴുതി എൻ്റെ ഡയറിയിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് വെക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ ഇവിടെ അതിൻ്റെ സാരഥിയായ മോഹനേട്ടൻ, അവരുടെ വൈഫ് ഗീത ചേച്ചി, അവരൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന, വളരെ സ്നേഹം ചൊരിഞ്ഞ് തരുന്ന, നമുക്കൊരു സ്പേസ് തരുന്ന ആളുകളാണ് അവർ. അതേപോലെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നിട്ടുള്ള ആ ഒരു സുഹൃത്ത് വലയം അതെനിക്ക് വലിയൊരു സ്പേസ് തരുന്ന എല്ലാവരും തന്നെ. അപ്പം അതെനിക്ക് പ്രചോദനമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനും. എനിക്ക് വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ വരികളിൽ വരുന്നതെല്ലാം എനിക്ക് ക്ലിയർ ആക്കി തരാനെല്ലാം അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹം. തീർച്ചയായിട്ടും. ഈ പ്രവാസ ലോകത്തെത്തിയിട്ട് കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനും അല്ലെങ്കിൽ കൂടുതൽ ആ മേഖലയിലോട്ട് തിളങ്ങാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് കാണുമ്പോൾ കൈ നിറയെ പുസ്തകങ്ങളാകട്ടെ. സന്തോഷം. എല്ലാവിധ ആശംസകളും ടിവിയുടെ ഭാഗത്ത് നിന്ന്. സന്തോഷം. നിങ്ങൾക്കും ടിവിക്കും എല്ലാം തന്നെ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നുണ്ട്. നമുക്ക് പറഞ്ഞ മാതിരി ഭാവിയിലേക്കും ഇനിയും നമുക്ക് ഒരുമിച്ച് കാണാനും സംസാരിക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു.